കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ കേട്ടോ പറയുന്നത്. അങ്ങനെ നിധി വീട്ടിൽ നിന്നും പോയതിന് ശേഷം വീട്ടിലേക്കൊരു ജോത്സ്യനെ വിളിപ്പിക്കുകയാണ്. ജോത്സ്യൻ സുഭാഷിൻ്റെ ജാതകം ഇങ്ങനെ നോക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, സുഭാഷ് ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാടില്ല എന്ന്. അതുകൊണ്ടാണ് ഈ വീട്ടിൽ സുഭാഷിൻ്റെ അമ്മ മരിച്ചു പോവാനും മറ്റൊരു സ്ത്രീ വന്നതിന് ശേഷം അവൾ പിണങ്ങി പോവാനും നിധിയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് താമസം മാറേണ്ടി വരുന്നതും ഇതുകൊണ്ടൊക്കെയാണെന്ന് പറയുമ്പോൾ സുഭാഷിന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു. അങ്ങനെ സുഭാഷ് തീരുമാനിക്കുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാമെന്ന്. പിറ്റേ ദിവസം രാവിലെ സുഭാഷിനെ നോക്കുന്ന നിധി ഒരു കത്താണ് കിട്ടുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ ആർക്കും ഒരു ശല്യമാവാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നാണ് സുഭാഷ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടത്തോടു കൂടി നിധി സുധീഷിനെ വിളിക്കുന്നുണ്ട്. സുധീഷെ ഒന്ന് ഓടി വന്നേ സുധീഷെ. എന്താ നിധി, എന്ത് പറ്റി? സുധീഷെ, സുഭാഷ് ഏട്ടനെ കാണാനില്ല. കാണാനില്ല എന്നോ? സുഭാഷ് ഏട്ടൻ ഇവിടെ എവിടെയെങ്കിലും കാണും. സുഭാഷ് ഏട്ടൻ എവിടെ പോകാനാ? വീട് വിട്ടു കഴിഞ്ഞാൽ ജോലി, അല്ലാതെ സുഭാഷ് ഏട്ടൻ ഒന്ന് റോഡിൽ പോലും ചെന്നിരിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഇല്ല സുധീഷെ, ഇങ്ങോട്ട് നോക്കിക്കേ, സുഭാഷ് ഏട്ടൻ്റെ മുറിയിൽ നിന്നും ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, ദാ വായിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ സുധീഷ് ആ കത്ത് വായിച്ചു നോക്കിയാണ്. സുധീഷിനും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അയ്യോ, സുഭാഷ് ഏട്ടൻ എവിടെ പോയതാണ്? അങ്ങനെ ഭാസ്കരനും ഹരീഷും നികേഷും ഒക്കെ ഈ കാര്യം അറിയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്കായിട്ട് സുഭാഷിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. സുഭാഷ് പണിക്ക് പോകുന്ന സ്ഥലത്തെ അവിനാശിനെ കാണുകയാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവിനാശെ, നീ സുഭാഷ് ഏട്ടനെ കണ്ടിരുന്നോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ സുധീഷിന് ദേഷ്യം വരികയാണ്. നീ ഇത്രയും നേരമായിട്ട് സുഭാഷ് ഏട്ടൻ അന്വേഷിച്ചില്ലേ? സുഭാഷിനെ ഇവിടെ പണിക്ക് വരുന്നതല്ലേ, എന്നിട്ട് നീ അന്വേഷിച്ചില്ലേ? ഇല്ല, സുഭാഷ് ഏട്ടനെ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. സുഭാഷ് ഏട്ടൻ ഇനി വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്ത് പറ്റിയടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടു കൂടി സുധീഷ് പറയുന്നുണ്ട്, അവിനാശെ, സുഭാഷ് ഏട്ടനെ കാണാനില്ല. കാണാനില്ല എന്നോ? സുഭാഷ് ഏട്ടൻ ഇത് എന്ത് പറ്റിയതാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വീട്ടിൽ എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊന്നും അവിനാശിനോട് സുധീഷ് പറയുന്നില്ല. എടാ സുഭാഷ് ഏട്ടനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിക്കണേ എന്ന് പറയുമ്പോൾ അവിനാശ് പറയുന്നുണ്ട്, ശരി, നീ സങ്കടപ്പെടാതിരിക്കെ, ഞാനും അന്വേഷിച്ചിറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് പോവാനുള്ള അമ്പലങ്ങളും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും സുധീഷും ഹരീഷും നികേഷും ഒക്കെ ആയിട്ട് അരിച്ചു പറക്കുന്നുണ്ട്. ഭാസ്കരൻ്റെതായിട്ടുള്ള വഴിയിലൂടെ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നും സുഭാഷിനെ കണ്ടെത്താനാവുന്നില്ല. അവസാനം സങ്കടത്തോടു കൂടി സുധീഷ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിധി ഇരിപ്പുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ സങ്കടം കാണുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷെ, എന്താ സുധീഷെ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സുഭാഷ് ഏട്ടനെ കണ്ടോ? ഇല്ല, സുഭാഷ് ഏട്ടനെ കണ്ടില്ല നിധി. അപ്പോൾ നികേഷും ഹരീഷും ഒക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ഇനി വീട്ടിലേക്ക് എങ്ങാനും വന്നോ എന്നറിയാനുള്ള വരവാണ്. സുധീഷ് സങ്കടത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് നികേഷ് ചോദിക്കുകയാണ്, അപ്പോൾ സുഭാഷ് ഏട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞത് സത്യമായിരുന്നു സുധീഷേട്ടാ? എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തിനാ സുഭാഷ് ഏട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്? സുഭാഷ് ഏട്ടന് എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞൂടായിരുന്നോ സുധീഷേട്ടാ? ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിധിയേട്ടത്തി എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, മോനെ, നീ സങ്കടപ്പെടാതിരിക്കുക, നമുക്ക് കണ്ടുപിടിക്കാം. സുഭാഷ് ഏട്ടൻ അങ്ങനെ എവിടെ പോവാനാ? നീ കരയല്ലേ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്താടാ നികേഷ് ചെയ്ത്? സുഭാഷ് ഏട്ടൻ അങ്ങനെ നമ്മളെയൊക്കെ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ ഒരാളാണോ? അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ സ്വന്തം കാര്യം നോക്കി പോകുന്ന ആളാണെങ്കിൽ സുഭാഷ് ഏട്ടൻ എന്നേ മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയനെ. നമുക്ക് വേണ്ടിയിട്ടല്ലേ സുഭാഷ് ഏട്ടൻ ഇത്രയും നാളും മറ്റൊരു വിവാഹത്തെ പറ്റി പോലും ചിന്തിക്കാത്തത്? ആ സുഭാഷ് ഏട്ടൻ നമ്മുടെയൊക്കെ വിട്ടെറിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, നമ്മളിങ്ങനെ സുഭാഷ് ഏട്ടൻ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഇത്രയും നേരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു സുഭാഷ് ഏട്ടൻ ദൂരേക്ക് എന്നും പോയി കാണില്ല, വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇതിപ്പോൾ ഇത്രയും നേരമായില്ലേ, സുഭാഷ് ഏട്ടനെ കാണാനും ഇല്ലല്ലോ സുധീഷെ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്താ നിധി പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനോ? അതെ, ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു വഴി തന്നെയാണ് സുധീഷെ കാണുന്നത്. നികേഷും ഹരീഷും ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് രണ്ടുപേർക്കും പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇത് കേൾക്കുന്ന സമയത്ത് നികേഷിനങ്ങ് വല്ലാതെ സങ്കടം വന്ന് പൊട്ടി കരയാണ്, എൻ്റെ സുഭാഷ് ഏട്ടാന്ന് വിളിച്ചിട്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഹരീഷെ, നീ വേറെ ഒരിടത്തും പോവരുത്, നികേഷിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല ഏട്ടത്തി, ഞാൻ നോക്കിക്കോളാം അവനെ, ഞാൻ അവനോടൊപ്പം തന്നെ ഇരിക്കും, ഒരിടത്തേക്കും പോവില്ല. എങ്കിൽ സുധീഷെ ബാ, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷിനെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്.
അവിടെ ചെന്ന ഉടനെ പുറത്തിരിക്കുന്ന പോലീസുകാരനോട് ഞങ്ങൾക്കൊരു കംപ്ലൈൻ്റ് ഉണ്ട്, എൻ്റെ ഏട്ടനെ കാണാനില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് അകത്ത് SI ഇരിപ്പുണ്ട്, അകത്തേക്ക് കയറി പറഞ്ഞു എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. SI അവരെ കണ്ട ഉടനെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം SIയോട് നിധി പറയുന്നുണ്ട് എൻ്റെ ഏട്ടനെ കാണാനില്ല, ഇയാളുടെ ഏട്ടനാണോ ആരാണ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറയുമോ പേരൊക്കെ? അത് എൻ്റെ ഏട്ടനല്ല, എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനാണ്, സുധീഷിൻ്റെ ഏട്ടനാണ് സുഭാഷ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സുഭാഷ് ഏട്ടനെ കാണാനില്ല. രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കൂടെ ഒരു കത്ത് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ SI ചോദിക്കുന്നുണ്ട് കത്തോ, എവിടെയാ കത്ത് എന്ന് പറഞ്ഞ് ആ കത്ത് വായിച്ചു നോക്കുകയാണ്. അതിനുശേഷം SI ചോദിക്കുകയാണ് ഇന്നലെ എന്താ വീട്ടിലുണ്ടായത്, എന്ത് പ്രശ്നം ഉണ്ടായത്? അപ്പോൾ നിധിയും സുധീഷും പരസ്പരം നോക്കുകയാണ്. നിങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് അന്വേഷിക്കാൻ പറ്റില്ല. വിശദമായിട്ട് എന്താ ഉണ്ടായതെന്ന് പറഞ്ഞാലേ എനിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനെ തുടർന്ന് നിധി പറയുന്നുണ്ട് സുഭാഷേട്ടനാണ് വീട്ടിലെ ഏറ്റവും മൂത്തയാൾ. സുഭാഷേട്ടന് ഒത്തിരി കല്യാണ ആലോചനകൾ വന്നിട്ടൊന്നും നടന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണ ആലോചനയുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, കൂടെ ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. അങ്ങനെ സുഭാഷേട്ടൻ്റെ ജാതകം നോക്കുമ്പോൾ ജ്യോത്സ്യൻ പറയുന്നുണ്ടായിരുന്നു ഈ സുഭാഷേട്ടൻ്റെ ജാതകത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാടില്ല എന്ന്. ഒട്ടും പ്രതീക്ഷിക്കാതെ ജ്യോത്സ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ സുഭാഷേട്ടൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല, അത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ലായിരുന്നു. അതിൻ്റെ ഒരു വിഷമം മൊത്തവും സുഭാഷേട്ടൻ രാത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ പലതും പറഞ്ഞ് സുഭാഷേട്ടനെ ആശ്വസിപ്പിച്ചു. പക്ഷേ സുഭാഷേട്ടൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ സുഭാഷേട്ടൻ അങ്ങനെ വീട് വിട്ടിറങ്ങി പോകുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല. ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് അടുത്തായിട്ടൊരു കോൺസ്റ്റബിൾ ഇരിപ്പുണ്ട്. അവർക്ക് ഭാസ്കരൻ്റെ വീടും കാര്യങ്ങളൊക്കെ പറ്റി അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവരുടെ വീട്ടിലെ സ്ത്രീകൾ വാഴില്ല സാറേ, ഇവൻ്റെ അമ്മയെ ഇവൻ്റെ അച്ഛൻ കുത്തി കൊന്നതാ, അതുകൊണ്ട് എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം എന്ന് പറയുമ്പോൾ നിധി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഞങ്ങൾ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അപ്പോൾ നിങ്ങൾ ആ കേസിനെ പറ്റി അന്വേഷിക്കാതെ പണ്ട് നടന്ന ഏതോ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ മോശമാണ് സാർ എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കടാ, കാര്യം പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ മോശമാണ് സാർ എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കടാ, കാര്യം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി നിങ്ങൾ പറഞ്ഞോ എന്ന് പറയുകയാണ്. ഇപ്പോൾ നിധി പറയുന്നുണ്ട് സാർ എങ്ങനെയെങ്കിലും ഏട്ടനെ കണ്ടുപിടിക്കണം. അപ്പോൾ SI ചോദിക്കുകയാണ് നിങ്ങളുടെ ഏട്ടൻ പോകാറുള്ള സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നോ, നിങ്ങളുടെ വീട് എല്ലാം അന്വേഷിച്ചിരുന്നോ, വല്ല കിണറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുമ്പോൾ സുധീഷ് പറയാണ് എന്താ സാർ ഈ പറയുന്നത്, കിണറ്റിലോ? എൻ്റെ സുഭാഷ് ഏട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. സുഭാഷ് ഏട്ടൻ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. അല്ല, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കഴിഞ്ഞ ദിവസം ഒരാളെ കാണാതായിരുന്നു ഇതുപോലെ, അയാളെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു കിണറ്റിൽ നിന്ന് അവസാനം കണ്ടെത്തിയത്. നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു പോലീസല്ലേ, ഞങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ചിന്തിക്കേണ്ടി വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി തന്നിട്ട് പോയിക്കോ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. എന്തായാലും ഒരു ദിവസം ഒരു 4-5 മിസ്സിംഗ് കേസ് വരുന്നുണ്ട്, എല്ലാവരെയും ഞങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. ശരി, നിങ്ങൾ പരാതി എഴുതി തന്നിട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ അങ്ങനെ നിധി പരാതിയൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് സുധീഷിനെ കാണുന്നില്ല. മറ്റൊരു സ്ഥലത്ത് നിന്ന് പൊട്ടിക്കരയുന്ന സുധീഷിനെയാണ് പിന്നെ നിധി കാണുന്നത്. അവിടേക്ക് ചെല്ലുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് ആയിട്ട് സുധീഷ് പറയുന്നുണ്ട് നിധി എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല, എൻ്റെ സുഭാഷേട്ടൻ എവിടെ പോയതായിരിക്കും, എൻ്റെ സുഭാഷേട്ടൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരിക്കുമോ, ഇത്രയും നേരം സുഭാഷേട്ടനെ കാണുന്നില്ല എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ SI പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കിണറ്റിലോ റെയിൽവേ ട്രാക്കിലോ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാനൊക്കെ പറയുമ്പോൾ എനിക്കെൻ്റെ സുഭാഷേട്ടൻ മരിച്ചിട്ടുണ്ടായിരിക്കുമോ നിധി എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് എന്താ സുധീഷ് ഈ പറയുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കാമോ? അല്ല, ഇത്രയും നേരം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആ പോലീസ് പറയുമ്പോൾ എനിക്ക് പലതും ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നതാണ് നിധി. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ സുഭാഷേട്ടനെ കണ്ടേ പറ്റുള്ളൂ, സുഭാഷേട്ടൻ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട് അതറിയാമല്ലോ സുധീഷിന്, സുഭാഷേട്ടൻ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. ആ സുഭാഷേട്ടന് ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകാനായിട്ട് കഴിയില്ല. സുഭാഷേട്ടന് നികേഷിനെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരിക്കലും സുഭാഷേട്ടന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. അതുകൊണ്ട് സുധീഷ് ഭയപ്പെടാതിരിക്കുക, നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഇന്നൊന്ന് ഇരുട്ടി വെളുത്തോട്ടെ, ഇന്ന് നമുക്ക് കണ്ടെത്താനായില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും സുഭാഷേട്ടൻ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കും. അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കരുതേ സുധീഷെ. എന്നിട്ടും സുധീഷ് ഇങ്ങനെ പൊട്ടി കരയാണ്. എന്നിട്ട് നിധിയുടെ തോളിലേക്ക് ചാഞ്ഞിട്ട് കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ സുഭാഷേട്ടൻ ഇല്ലാത്ത ആ ഒരു വീടിനെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല നിധി.
സുഭാഷ് ചേട്ടനാണ് ആ വീടിൻ്റെ ഐശ്വര്യം. ഞങ്ങൾ വരാനായിട്ട് ഒരു 5 മിനിറ്റ് താമസിച്ചാൽ ആ നെഞ്ചിടിപ്പ് ഞങ്ങൾക്ക് കേൾക്കാം. സുഭാഷ് ചേട്ടൻ്റെ വെപ്രാളവും കരുതലും ഒക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഓരോ അനിയന്മാർക്കും സുഭാഷ് ചേട്ടൻ ജീവനാണ്. ആ സുഭാഷ് ചേട്ടനെ കാണാനില്ല എന്നറിയുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി നികേഷിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. അവന് സുഭാഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നിനക്കറിയാലോ, സുഭാഷ് ചേട്ടനും അങ്ങനെ തന്നെയാണ്. നികേഷിന് മാത്രമല്ല, നികേഷ് കുഞ്ഞായതുകൊണ്ട് സുഭാഷ് ചേട്ടനോട് അങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. പക്ഷേ എൻ്റെയും ഹരീഷിൻ്റെയൊക്കെ ഹൃദയത്തിലാണ് സുഭാഷ് ചേട്ടൻ്റെ സ്ഥാനം. ഞങ്ങളുടെ ദൈവതുല്യനാണ് സുഭാഷ് ചേട്ടൻ. അച്ഛനും അമ്മയും എല്ലാം സുഭാഷ് ചേട്ടനാണ്. പിച്ച വെച്ച് തുടങ്ങിയ നാൾ മുതൽ സുഭാഷ് ചേട്ടനായിരുന്നു ഞങ്ങളെ എല്ലാം കൊണ്ട് നടത്തിയതും ഭക്ഷണം തന്നതും ഞങ്ങളെ പഠിപ്പിക്കാൻ വിട്ടതും എല്ലാം എൻ്റെ സുഭാഷ് ചേട്ടനാണ്. എനിക്കതുകൊണ്ട് എൻ്റെ സുഭാഷ് ചേട്ടനെ കാണാനില്ല എന്നറിയുമ്പോൾ അയ്യോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിധി. സുഭാഷ് ചേട്ടൻ എവിടെ പോയിട്ടുണ്ടായിരിക്കും? അങ്ങനെ സുഭാഷ് ചേട്ടൻ നമ്മളെ പറ്റിച്ച് മറ്റൊരിടത്തേക്ക് മാറി നിൽക്കാൻ കഴിയുമോ? അതിനൊന്നും കഴിയില്ല. പക്ഷേ ആ ജോത്സ്യൻ പറഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ ഹൃദയം അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. അത്രയും സഹിക്കാൻ കഴിയാത്ത വേദന ആയതുകൊണ്ടായിരിക്കും സുഭാഷ് ചേട്ടൻ അങ്ങനെ നമ്മളെ വിട്ടിട്ട് പോയത്. ഇനി സുഭാഷ് ചേട്ടൻ കാരണം അവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് സുഭാഷ് ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണോ ആവോ സുഭാഷ് ചേട്ടൻ അങ്ങനെ വിചാരിച്ചിരുന്നത്? അല്ലെങ്കിൽ എന്തിനാണോ ആവോ ആ ജോത്സ്യൻ ആ ഒരു നരകം പോലെ നമ്മുടെ വീട്ടിലേക്ക് വന്നത്? എനിക്കറിയില്ല. എനിക്ക് എൻ്റെ സുഭാഷ് ചേട്ടനെ കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്താ സുധീഷേ ഈ കുഞ്ഞു പിള്ളേർ കരയുന്നത് പോലെ ഇങ്ങനെ അലറി കരയാതെ സുധീഷേ, നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളെപ്പോലെ സങ്കടം എനിക്കുമുണ്ട്. ഒരേ വയറ്റിൽ പിറന്നില്ല എന്നേ ഉള്ളൂ. സുഭാഷ് ഏട്ടൻ ഇപ്പോൾ എൻ്റെ സ്വന്തം ഏട്ടൻ പോലെ തന്നെയാണ് ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ വേദന എനിക്കുമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കരയാതെ പിടിച്ച് നിൽക്കുന്നില്ലേ. അതുകൊണ്ട് സുധീഷ് ഇങ്ങനെ കരയാതെ വാ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞ് ഓട്ടോയിലേക്ക് പിടിച്ചു കയറ്റിയാണ്. എന്നിട്ട് അടുത്തുള്ള ഒരു കടയിൽ പോയി വെള്ളമൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. സുധീഷ് ഇത് കുടിക്ക്, ആകെ അങ്ങ് തളർന്നു പോയി, കുറച്ചൊന്ന് റിലാക്സ് ആവട്ടെ, എന്നിട്ട് നമുക്ക് സുഭാഷ് ചേട്ടനെ അന്വേഷിച്ചിറങ്ങാം, വെള്ളം കുടിച്ച് എന്ന് പറയുമ്പോഴും സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങുന്നില്ല നിധി, ഞാൻ എന്ത് ചെയ്യാനാ? സുഭാഷ് ചേട്ടൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ എനിക്കൊരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. എനിക്ക് എൻ്റെ സുഭാഷ് ചേട്ടനെ കണ്ടെത്തേ പറ്റുള്ളൂ. എൻ്റെ സുഭാഷ് ചേട്ടനില്ലാത്ത വീടിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു നിധി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സുഭാഷ് ചേട്ടനും എല്ലാവരും കൂടെ ചേരുമ്പോൾ എൻ്റെ വീടൊരു സ്വർഗം തന്നെയായിരുന്നു. എൻ്റെ സുധീഷെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ഇപ്പോഴും സ്വർഗം തന്നെയല്ലേ? സുഭാഷ് ചേട്ടനെ നമുക്ക് കണ്ടുപിടിക്കാനേ. നാളെ നോക്കൂ, ആ സ്വർഗത്തിൽ സുഭാഷ് ചേട്ടനും ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീട് അടിച്ചു പൊളിക്കൂലേ? പിന്നെ എന്താ, സങ്കടപ്പെടാതിരിക്കും സുധീഷെ എന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നിധി. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.